അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് റിമൈൻഡർ എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് നമ്മൾ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരം ചാറ്റ് ചെയ്യുന്ന കോൺടാക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു റിമൈൻഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുള്ളത്. നോർമൽ വെർഷനിലോട്ട് ഇപ്പം എത്തിയിട്ടില്ല. അപ്പം ബീറ്റ യൂസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ അവരുടെ കമ്പ്യൂട്ടറിൻ്റെയും ഹെഡ്സെറ്റിൻ്റെയൊക്കെ സെല്ലുലാർ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആപ്പിൾ അവരുടെ തന്നെ സ്വന്തം സെല്ലുലാർ മോഡം ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ 3 കൊല്ലം കൊണ്ട് കോൾകോമിനെ മറികടക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അവർ നിലവിൽ കോൾകോമിൻ്റെ സെല്ലുലാർ കണക്ടിവിറ്റി ചിപ്പും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചൈനയിൽ ഫോണുകളുടെ സെയിലിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം 1ാം സ്ഥാനത്ത് വരുന്നത് ആപ്പിൾ ഐഫോൺ 15 പ്രോ മാക്സ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ 2ാം സ്ഥാനത്ത് ഹോണർ X50 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 3ാം സ്ഥാനത്ത് ആപ്പിൾ ഐഫോൺ 16 പ്രോ മാക്സ് ആണ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ 16 പ്രോ മാക്സിനേക്കാളും കൂടുതൽ സെയിൽ ഹോണർ X50ക്ക് ഉണ്ട്. പിന്നെ 4ാം സ്ഥാനത്ത് വരുന്നത് ഓപ്പോ A3X എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇന്ത്യൻ വെർഷൻ അല്ല, ചൈനീസ് വെർഷനാണ്, അത് ഡിഫറെൻ്റ് ആണ്. പിന്നെ 5ാം സ്ഥാനത്ത് ആപ്പിൾ ഐഫോൺ 16 പ്രോ ഒക്കെ വരുന്നുണ്ട്. പോർട്രോണിക്സിൻ്റെ ബീം 500 സ്മാർട്ട് എന്നുള്ള പുതിയൊരു പ്രൊജക്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ 16 വാട്ടിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 8K അപ്സ്കെയിലിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 6700 ലൂമനാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്മാർട്ട് ഒപ്റ്റിക്കൽ ഡിറ്റക്ഷൻ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അംലോജിക് T972 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 2GB റാമും 32GB ഇൻറ്റേർണലൊക്കെയാണ് വരുന്നത്. വില വരുന്നത് 23,999 രൂപയാണ്. അപ്പം സ്പെസിഫിക്കേഷനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും നല്ലൊരു പ്രൊജക്ടർ ആവാൻ ചാൻസ് ഉണ്ട് ഇത്. പിന്നെ ഹുവാവെ മേറ്റ് 70 സീരീസിന് ചൈനീസ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഹുവാവയ്ക്ക് പല ബാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻസിലൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. പിന്നെ ഡിസംബർ 17 പോക്കോ M7 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ചില ഫീച്ചേഴ്സ് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ 1.5 അപ്പേഴ്സിൽ വരുന്ന സോണി LYT600ൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. ഇപ്പം ഇതിൽ OSൻ്റെ സപ്പോർട്ടൊക്കെ വരും. അപ്പം ഇതിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സെൻസറും OSൻ്റെ സപ്പോർട്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 20 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറ വരും. 3.5mm മോഡി ജാക്ക് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7025 Ultra എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 5110 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പോക്കോ C75 5G എന്ന സ്മാർട്ട് ഫോണും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും അവരിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിലും സോണിയുടെ ഒരു ക്യാമറ സെൻസർ ആയിരിക്കും വരിക. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 9,000 രൂപയ്ക്ക് താഴെ സോണിയുടെ ഒരു ക്യാമറ സെൻസർ വരുന്നു എന്നുള്ളത്. പക്ഷേ സോണിയുടെ ഏത് സെൻസറാണ് എന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ 8GB റാം വരെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരും. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുമെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസംബർ 17 തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.88 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ വരുന്നതായിരിക്കും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില 9,000 രൂപയ്ക്ക് താഴെയായിരിക്കും എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 8,000-8,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റെഡ്മിയുടെ Note 14 സീരീസ് ഡിസംബർ 9 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ റെഡ്മി Note 14 പ്രോയിലും അതുപോലെ തന്നെ പ്രോ പ്ലസിലും IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം അവർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോ പ്ലസിൽ 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നതായിരിക്കും. 20-ൽ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ പ്രോയിലും പ്രോ പ്ലസിലും 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക.
കേർവ്ഡ് ഡിസ്പ്ലേ വരും, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും, പീക്ക് ബ്രൈറ്റ്നസ് വരിക 3000 നിറ്റ്സ് ആയിരിക്കും, HDR10+ൻ്റെ സപ്പോർട്ടും ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഇതിൽ വരും. പിന്നെ 14 പ്രോയിൽ MediaTek Dimensity 7300 Ultra എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഇതിൽ വന്നേക്കാം. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും, 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 6200 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇതേ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഷവോമി അവരുടെ 5000 mAh ഒരു പവർ ബാങ്ക് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻസ് അല്ല, ഇപ്പം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം 5000 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോണിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആയിരിക്കും. അതായിരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം. iPhone 17 എയർ എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ഫോൺ iPhone 16 പ്രോയേക്കാളും 2 mm തിന്നായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം 16 പ്രോൻ്റെ തിക്നെസ് വരുന്നിരുന്നത് 8.25 mm ആണ്. അപ്പം 17 എയർ എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് വരിക 6.25 mm ആയിരിക്കും. അപ്പം വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, മുമ്പ് ഐഫോൺ തിന്നാക്കിയ സമയത്ത് അവരുടെ ഫോൺ ബെൻഡാവുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ മുമ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടായിരിക്കും പുതിയ ഫോൺ ഇറക്കുക. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടിലനുസരിച്ചിട്ട് 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പ്രൊമോഷൻ ഡിസ്പ്ലേ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അതായത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 48 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ ആയിരിക്കും വരിക. അതുപോലെ തന്നെ 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.